ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ റോബസ്റ്റ പായാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പഴുത്തിട്ടുള്ള 2 റോബസ്റ്റ പായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ പാലെടുത്തിട്ടുണ്ട്. പാല് കട്ടാക്കി എടുത്തിട്ടുള്ള പാലാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പീനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ 5 രൂപയുടെ ഒരു ഹോർലിക്സിൻ്റെ പേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ 5 രൂപയുടെ ഹോർലിക്സിൻ്റെ പേക്കിന്ന് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു 2 സ്പൂൺ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ 2 ഗ്ലാസ് എടുത്തിട്ട് ഞാനിപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് നമ്മുടെ ഗ്ലാസ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ഒട്ടും നിർബന്ധമില്ല, നമ്മളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന പീനട്ട് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ നേരത്തെ ബാക്കിയുള്ള ഹോർലിക്സിൻ്റെ പൊടിയും കൂടെ നമുക്ക് നമ്മുടെ മിൽക്ക് ഷേക്കിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഒട്ടും നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാക്കിൽ ബാക്കിയുള്ളത് ഹോർലിക്സാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.